നമസ്കാരം. ഉച്ചിമർമ്മം തലയിലുള്ള പ്രധാനപ്പെട്ട മർമ്മമാണ് ഉച്ചിമർമ്മം. ഉച്ചിമർമ്മത്തിൽ ആഘാതമേറ്റാൽ എന്ത് സംഭവിക്കും? മരണം പോലും സംഭവിക്കുമെന്ന് ഉത്തരം വന്നേക്കാം. ഉച്ചിമർമ്മത്തിൽ ആഘാതമേറ്റ് കഴിഞ്ഞാൽ മരണം പോലും സംഭവിക്കാൻ ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ നാം പലപ്പോഴും ഉച്ചിമർമ്മത്തിൽ ആഘാതം സ്വയം ഏൽപ്പിക്കാറില്ലേ? വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വെള്ളം മണ്ടയിൽ കയറി ഉച്ചിയിൽ കയറി എന്നൊക്കെ ഒരു പ്രയോഗം തന്നെയുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തലയിൽ കൈവച്ചിട്ട് പതിയെ അടിക്കാറുണ്ട്, ഇല്ലെങ്കിൽ തനിയെ അടിക്കാറുണ്ട്. അതായത് ഉച്ചിമർമ്മത്തിൽ നമ്മൾ തന്നെ ആഘാതം ഏൽപ്പിച്ചില്ലേ? ഇല്ലേ? മുതുകിൽ ചോര തീണ്ട കാലം നമുക്കാണെങ്കിൽ പലപ്പോഴും നമ്മളൊരു പ്രയോഗം പോലെ കേൾക്കുന്നതാണ് കുനിച്ചു നിർത്തി ഇടിക്കുക. അപ്പോൾ കൈമുട്ട് കൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് ഇടിക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ പോലീസൊക്കെ ആണെങ്കിൽ സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ സിനിമകളിൽ കാണുന്ന ഒന്നാണ് കൈമുട്ട് കയറ്റി മുതുകിലിടിക്കുന്നത്. മർമാഘാതമല്ലേ? എന്നാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കൈ പതിച്ചു വെച്ചിട്ട് അവിടെ ഇടിക്കുന്നത്. അതായത് ഒരേ മർമ്മത്തിൽ തന്നെ നമ്മൾ പോലും പലപ്പോഴും സ്വയം ഇടിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അത് മർമ്മം മാത്രമല്ല, അതൊരു അടങ്ങൽ കൂടെയാണ്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള പ്രതിവിധി കൂടിയാണ് ആ ഭാഗം. വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമ്മൾ മണ്ടയിൽ കയറി ഉച്ചിയിൽ കയറി നമ്മുടെ തലയിൽ തട്ടുന്നുണ്ട് എങ്കിൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ മുതുകിൽ തട്ടുന്നുണ്ട് എങ്കിൽ, ഉള്ളം കൈ നമ്മൾ തിരുമി ചൂട് പിടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ഉള്ളം കൈ മർമ്മമാണ്. അത് മർമ്മമാണ്. അവിടെയാണ് നമ്മൾ ചൂട് പിടിപ്പിക്കുന്നത്. ഉള്ളംകാൽ വെള്ളയും മർമ്മം, ഉള്ളംകാലിലും തുരുമി നമ്മൾ ചൂട് പിടിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇതേ മർമ്മങ്ങളിൽ തന്നെ നമ്മൾ പ്രയോഗം ചെയ്യുവാനും അല്ലെങ്കിൽ ചികിത്സയ്ക്കായിട്ടും മടങ്ങലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ വ്യത്യാസം, അതിന് കൊടുക്കുന്ന പ്രഷറുകളിൽ വ്യത്യാസമുണ്ട്. നമ്മൾക്ക് ഓരോ മർമ്മത്തിനും ഇത്ര പ്രഷർ കൊടുക്കണമെന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളൊരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ കുറെ വീഡിയോസ് കണ്ടോ പഠിച്ചാൽ കിട്ടുന്നതല്ല. ഗുരുക്കന്മാരുടെ കീഴിൽ തന്നെ ഗുരുക്കന്മാരുടെ വിധേയപ്പെട്ട് ദക്ഷിണ വെച്ച് അവിടെ കൂടെ നിന്ന് പഠിച്ചാൽ മാത്രം കിട്ടുന്നവയാണ് ഈ പറയുന്ന കൈഭാഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കൈയളവ് നമ്മൾ കൃത്യമായിട്ട് ഗുരുക്കന്മാരുടെ കീഴിൽ ഗുരു ശിഷ്യ ബന്ധത്തിൽ തന്നെ ആ ഒരു തെറ്റുകളെല്ലാം മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പഠിച്ചാൽ മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു മർമ്മത്തിൽ ആഘാതമേറ്റു എന്ന് പറഞ്ഞിട്ട് ആ മർമ്മത്തിൽ പൂർണ്ണമായി ആഘാതമേറ്റു എന്നല്ല അതിൻ്റെ അർത്ഥം. മർമ്മം അവിടെ ഉണ്ട്, പക്ഷെ അതിൽ ഏൽപ്പിക്കുന്നതിൻ്റെതായിട്ടുള്ള അളവുകൾ, പ്രഷറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരേ മർമ്മത്തിൽ നമ്മൾ കൈ മുറുക്കിയിടിക്കുന്നതും അല്ലെങ്കിൽ കൈ മുട്ടുകൊണ്ടിടിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും വെപ്പൺസ് ഉപയോഗിച്ച് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്കത് പ്രതിവിധിയായിട്ട് ചികിത്സയ്ക്കായിട്ട് നമ്മൾ ചെറുതായിട്ട് തട്ടുന്നതിലും പ്രഷറുണ്ട്. അതായത് ഒരു മർമ്മം മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ പ്രഷർ എത്ര കൊടുക്കണമെന്ന് അതിൻ്റെ കൃത്യമായ പാകം നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് നമുക്ക് കണ്ണിൽ കുത്തി എന്ന് നമ്മൾ പറയും. കണ്ണിൽ കുത്തി, കണ്ണിനെ പരിക്കേൽപ്പിച്ചു എന്ന് പറയാം. ആ കുത്തുന്നതിൻ്റെതായിട്ടുള്ള പ്രഷറാണ് ഏറ്റവും പ്രാധാന്യം. കണ്ണ് ചെറിയ പൊടിപടലങ്ങളോ എന്തെങ്കിലും പ്രാണികളൊക്കെ വീഴുമ്പോഴുള്ള പോലെ ചെറുതായിട്ടൊന്ന് തിരുമുന്നത് പോലെ ആ ഒരു പ്രഷർ കൊടുത്ത് ചെറിയ രീതിയിൽ നമുക്ക് കണ്ണിൽ കുത്തുന്നതിൽ കുത്താം. കുറച്ചുകൂടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാലോ കണ്ണിൽ നിന്ന് നീര് വരും, കണ്ണുനീര് വരും. വീണ്ടും പ്രഷർ കൊടുത്തു കഴിഞ്ഞാലോ കണ്ണ് നല്ല വേദനയ്ക്കും കണ്ണിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാലോ കണ്ണ് പൊട്ടിപ്പോകാൻ പോലും സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം മർമ്മത്തിനല്ല പ്രാധാന്യം, അതിന് കൊടുക്കുന്ന പ്രഷർ നമ്മൾ കൃത്യമായി അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ മർമ്മപ്രയോഗം നടത്താൻ കഴിയുകയുള്ളൂ. പ്രഷർ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മുദ്രകൾ എത്ര ആഴത്തിലായിരിക്കണം, അമൃതനില, ശരനില, വിഷനില തുടങ്ങിയവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.